ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി. ഞാൻ ആലങ്ങാട് നിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിന് വേണ്ടിയായിരുന്നു. 2015 മുതൽ എൻ്റെ ഭർത്താവിന് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖമുണ്ട്. ആദ്യമേ ഞങ്ങൾ അടുത്തുള്ള ഹസ്ബൻഡിന് ആദ്യമായി ഒരു വലിയ വയറുവേദനയും ഛർദിയും വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു പറഞ്ഞു അവിടെ കല്ലാണെന്ന് പറഞ്ഞു, വയറിൽ കല്ലാണെന്ന് പറഞ്ഞപ്പോൾ 3 മാസത്തോളം അവിടെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു കുറവും ഇല്ലാതിരുന്നപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത് കുടലിൽ ക്രോൺസ് ഡിസീസ് ആണെന്നും അവിടെ ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞു. ഇത് ജീവിതകാലം മുഴുവൻ ഈ അസുഖമുണ്ടാകുമെന്നും സർജറി ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും ഞങ്ങൾക്കൊരു കുറവുമുണ്ടായില്ല. ഞങ്ങൾ അടുത്തുള്ള വേറെ ഹോസ്പിറ്റലിൽ, എറണാകുളത്ത് തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെയും ചെന്ന് പറഞ്ഞു അവിടെയും സർജറി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ധാരാളം മരുന്നുകൾ കഴിച്ചെങ്കിലും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി. അവിടെയും ഇങ്ങനെ തന്നെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ നല്ലതുപോലെയുണ്ട്, സർജറി ചെയ്താൽ കുറേ നാളത്തേക്ക് ബാഗ് ഇടേണ്ടി വരുമെന്നും അത് സർജറി ചെയ്താൽ പൂർണ്ണമായി മാറില്ല എന്നും പറഞ്ഞു. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. തൈലവും എല്ലാം ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛനെ കാണാൻ ഞങ്ങൾ വന്നു. പക്ഷേ അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിത്യാരാധന ചാപ്പലിൽ നിന്ന് അച്ഛൻ വരുന്നത് കണ്ട് അച്ഛൻ്റെ അടുത്തിൽ ചെന്നപ്പോൾ അച്ഛൻ എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് 2 കുട്ടികളാണ്. മാതാവേ എൻ്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അത്രയും നാൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് നിർത്തി വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമ്മൾക്കിത് എത്രയും വേഗം സർജറി ചെയ്ത് ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടുത്തെ ഡോക്ടർ സർജറി ചെയ്തു. പെട്ടെന്ന് ആളുടെ സർജറി ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് പെട്ടെന്ന് വിടുകയും ചെയ്തു. ഇപ്പോൾ നേരിയ ഡോസ് മാത്രം മരുന്നുള്ളൂ. മാതാവിൻ്റെ കൃപയാൽ എൻ്റെ ഭർത്താവിന് ആദ്യം 41 കിലോ ഉണ്ടായിരുന്നുള്ളൂ സർജറി ചെയ്യുമ്പോൾ. ഇപ്പോൾ ആളുടെ വെയിറ്റ് ആദ്യം 70 കിലോ ഉണ്ടായിരുന്നു, അത് 41 കിലോയായി കുറഞ്ഞു. ഇപ്പോൾ ആൾ ആ 70 കിലോയിലേക്ക് തന്നെ വന്നു. മാതാവിൻ്റെ കൃപയാൽ എൻ്റെ ഭർത്താവിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അമ്മയുടെ തൈലം തേക്കുകയും ഉപ്പും തേനുമാണ് കഴിക്കുന്നത്. നേരിയൊരു മരുന്ന് ഡോസ് കുറഞ്ഞൊരു ഗുളികയും കഴിക്കുന്നുണ്ട്. അമ്മയുടെ കൃപയാൽ എൻ്റെ ഭർത്താവിന് തന്നെ 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്തൊരു രോഗസൗഖ്യം കിട്ടിയത് എൻ്റെ അമ്മച്ചിക്കാണ്. എൻ്റെ അമ്മച്ചിക്ക് ബെൽപാൽസി എന്ന അസുഖം വന്ന് ഒരു വശം കോടി പോവുകയും ചെയ്തു. ഞാൻ അപ്പോൾ ഉടമ്പടിയിലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. അതേപോലെ എൻ്റെ അമ്മയുടെ കാല് തട്ടിയപ്പോൾ നല്ല നീര് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പൊട്ടുണ്ട്, പ്ലാസ്റ്റർ ഇടേണ്ടി വരണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സ്റേയിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സഹോദരി എന്നോട് 2 വർഷമായി നിസ്സാര കാര്യത്തിന് പിണങ്ങി സംസാരിക്കത്തില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നോട് എന്നെ വിളിക്കുകയും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവുകയും ഇപ്പോൾ നല്ല സന്തോഷത്തിൽ കഴിയുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് കൃപാസന പത്രം ഞാൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ ബസ്സിൽ വെച്ച് ആരെയും കണ്ടാലും ഞാനത് കൊടുക്കും. മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ആദ്യമേ ചെയ്തിരുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ സഹായത്തിന് വന്നാലും അവർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാനും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും രോഗി സന്ദർശനം ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെ സുഗന്ധാഭിഷേകവും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ചെയ്തെന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്നാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം
മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1:44 ഈശോ അരുളി ചെയ്യുന്നത്. ഇവിടെ അനുദിനവും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഉടമ്പടി ജീവിതത്തിലൂടെ ഒരിക്കലും ഇനിയൊരു ഓപ്പറേഷൻ പോലും നടക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ 3 ഹോസ്പിറ്റലുകളിൽ മാറി മാറി പോകുന്നു. അവിടെയൊന്നും ആരും അതിനൊന്നും തുനിയാത്ത ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്താലും സക്സസ് ആകില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഓപ്പറേഷന് തന്നെ സാഹചര്യങ്ങൾ തെളിയുകയും ലൈഫ് ലോങ് ഡോസ് കൂടിയ മെഡിസിനൊക്കെ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നത്, അതെല്ലാം മാറിയിട്ട് വളരെ ചുരുങ്ങിയ ഒരു ലെവലിലേക്കൊക്കെ മെഡിസിൻ്റെ അളവൊക്കെ മാറുകയും ചെയ്യുന്ന ഒരു അനുഭവ സാക്ഷ്യം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഭൗതികമായ ഈ ഒരു കൃപകൾ ഇതെങ്ങനെയാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നതിന് നമ്മെ യോഗ്യരാക്കുന്നത്? അവിടെ നാം സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു പടി കൂടി കിടന്ന് നാം ഉടമ്പടിയെടുത്ത വ്യക്തികളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാൻ, ഒരിക്കലും ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അവിടെ ഈശോയെ ശുശ്രൂഷിക്കുവാനായിട്ട് നാം ബോധ്യപ്പെട്ടിറങ്ങുകയാണ്. അങ്ങനെയാണ് ജീവിതത്തിൽ കൃപകൾ നേടി നമുക്ക് സാക്ഷ്യം പറയുന്നവരാകുവാൻ കഴിയുക. അങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഉടമ്പടി എടുക്കുന്ന നമുക്ക് സാധിക്കട്ടെ. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.